ആയുർവേദ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ചികിത്സയ്ക്കായി ആയുഷ് ശാഖകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. 32% പേർ ചികിത്സയ്ക്കായി ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി തുടങ്ങിയ ആയുഷ് ശാഖകളെ ആശ്രയിക്കുന്നതായാണ് പുതിയ റിപ്പോർട്ട്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് 2022 ജൂലൈ മുതൽ 2023 ജൂൺ വരെ നടത്തിയ ദേശീയ ആയുഷ് സാമ്പിൾ സർവേയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ഗ്രാമങ്ങളിൽ 38.64% പേരും നഗരങ്ങളിൽ 31.98% പേരും ആയുർവേദത്തെ ആശ്രയിക്കുന്നുവെന്നും സർവേയിലൂടെ കണ്ടെത്തി. കൂടാതെ സംസ്ഥാനത്ത് ലഭിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ ഉപയോഗത്തെപ്പറ്റി 99% വീട്ടുകാർക്കും ഇപ്പോൾ അറിവുണ്ട്. ആയുഷ് ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ഓരോ വ്യക്തിക്കും ചെലവാകുന്ന തുക ഗ്രാമീണ മേഖലയിൽ ദേശീയ ശരാശരിയുടെ ഇരട്ടിയും നഗരമേഖലകളിൽ 2 ഇരട്ടിയുമാണ്. 10ൽ 8 വീടുകളിലും ആയുഷ് ചികിത്സ അല്ലെങ്കിൽ മരുന്ന് ഫലവത്താണെന്നറിയാം. 10ൽ 4 വീടുകളും ആയുഷ് ചികിത്സയുടെ മുൻകാല ഗുണഫലങ്ങളെ അടിസ്ഥാനമാക്കി ചികിത്സ തുടരുന്നവരാണെന്നും സർവേ വ്യക്തമാക്കുന്നു. കൂടാതെ ആയുഷ് ശാഖകളെ പറ്റിയുള്ള അവബോധത്തിലും ഉപയോഗത്തിലും ദേശീയ ശരാശരിയേക്കാൾ വളരെ മുന്നിലാണ് കേരളം. നഗരമേഖലകളിൽ 99.3%, ഗ്രാമീണ മേഖലകളിൽ 98.43% ആയുഷ് മേഖലയെക്കുറിച്ചുള്ള അവബോധമുള്ളവരാണ്. രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും ഗർഭിണികളുടെ പരിചരണത്തിനും മറ്റുമുള്ള ആയുഷ് ചികിത്സാ രീതികളുടെ ഉപയോഗം, ഗൃഹ ഔഷധങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ആയുഷ് പാരമ്പര്യ അറിവുകൾ എന്നിവയും സർവേയിൽ വിശകലനം ചെയ്തു. ആയുഷ് മേഖലയിൽ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് സർവേ ഫലമെന്ന് മന്ത്രി വീണ ജോർജും പറഞ്ഞു. ആയുഷ് മേഖലയിലെ ബജറ്റ് വിഹിതത്തിൽ മുൻകാലങ്ങളെക്കാൾ 3 ഇരട്ടിയോളം വർധന വരുത്തി മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായി നടക്കുന്നുണ്ട്.